ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം മീൻ പൊള്ളിച്ചത് ഞാനിതിന് മുമ്പൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം. അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നൊരു മീൻ പൊള്ളിച്ചതാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മിക്സ് കൂട്ട് തയ്യാറാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ 2 മീനാണ് കേട്ടോ ഈ പൊള്ളിക്കാനായിട്ട് എടുക്കുന്നത്. ആ ഒരു അളവിനാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളക് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനാവശ്യമുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ച കുരുമുളക് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ മുളക് എടുത്തിട്ടുണ്ട്, കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ നിറച്ചും വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫൈനലായിട്ടൊന്ന് അങ്ങ് അരച്ചെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്തിട്ട് ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുടംപുളി ഇട്ട് കൊടുക്കരുത്. നിങ്ങൾക്കിനി വാളംപുളിക്ക് പകരം വിനീഗർ ഉണ്ടല്ലോ, സുറുക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതും അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊന്നങ്ങ് അരച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളം വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 അയല മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊന്ന് വരഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ തന്നെ അങ്ങ് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ ഉള്ളിലേക്കൊക്കെ പിടിച്ചിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇനി ഞാൻ മിക്സിയിലുള്ള ഈ ഒരു മസാല ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. മീനിലേക്ക് ഉൾഭാഗത്തേക്കും ഈ ഒരു വരഞ്ഞ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്നങ്ങ് തേച്ച് കൊടുക്കുന്നത്. 2 മീനിലേക്കും നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് തേച്ച് കൊടുക്കണം കേട്ടോ. മസാല ഉണ്ടല്ലോ മൊത്തത്തിൽ തേച്ച് കൊടുക്കണേ. അപ്പോൾ ഒട്ടും തന്നെ ഇത് കൂടുതലായൊന്നും പോവില്ല. ബാക്കിയുള്ള മസാലയൊക്കെ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലൊക്കെ നമുക്ക് കവർ ചെയ്തിട്ട് ആണിത് പൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചത് തന്നെയാണിത്. മസാലയൊക്കെ നല്ല രീതിയിലൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കാം. അരമണിക്കൂർ മിനിമം എന്തായാലും വെച്ചിരിക്കണം. എന്നാലാണ് മസാലയൊക്കെ ഈ ഒരു മീനിലേക്ക് നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാല ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ അടിഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ മസാലയൊക്കെ ആയി കിട്ടിക്കോളും കേട്ടോ. പൊള്ളിക്കുന്ന സമയത്ത് തന്നെ 2 ഭാഗത്തും ഒരേപോലെ മസാലയും കിട്ടിക്കോളും. കുക്കായി വരുന്ന സമയത്ത് നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും മസാല ആയി കിട്ടുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മീനും വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് മസാല വെച്ച് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ മസാല നമുക്ക് വേസ്റ്റ് ആകുമൊന്നുമില്ല. മൊത്തത്തിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കഴിയുമല്ലോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ് തന്നെയാണ് കേട്ടോ. മസാല തന്നെയാണിത്. അപ്പോൾ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചത് തന്നെയാണിത്. ഇപ്പം ഞാനിതാ മസാല മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഈ 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതോ ഓപ്ഷനിലായിട്ട് തോന്നുന്നത് അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുക്കായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ സ്മെല്ല് വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും അത്. പിന്നെ ഞാനിതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ ഒരു ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മീൻ പൊള്ളിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണേ. ഏറ്റവും കുറഞ്ഞ തീയിലാണ് നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കേണ്ടത്. അപ്പോൾ മീനൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ലിഡ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ആ സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തീയിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വാഴയുടെ ഇല പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം മീൻ കറക്റ്റായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യില്ല. വാഴയില കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം കൂടി അതുപോലെ ഒന്നങ്ങ് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറൊരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനിത് മീൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കിതൊന്നങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ടോട്ടൽ ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചട്ടകം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നങ്ങ് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ നായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. ഈ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണിത്. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ടൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണിത്. അപ്പം എരിവ് കുറവ് വേണ്ടവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളകൊക്കെ കുറച്ചെടുത്ത് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഒരുപാട് ഓയിലൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഓയിൽ കണ്ടൻ്റ് ഒന്നും അധികം യൂസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. മത്തി വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു മീൻ വെച്ചിട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചത് തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനേക്കാളും നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്